ആനുകാലികപരമായിട്ട് നിലവിൽ വന്ന ധാരാളം ഓപ്പറേഷൻസും അതുപോലെ PSC ആവർത്തിക്കുന്ന പ്രധാന ഓപ്പറേഷൻസുമാണ് നമ്മളിപ്പോൾ MCQ ടൈപ്പിൽ കൈകാര്യം ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്നാമത്തെ ചോദ്യം, 2025 ജൂലൈയിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യൻ സൈന്യം, CRPF, പോലീസ് എന്നിവർ ചേർന്ന് നടത്തിയ ഭീകര വിരുദ്ധ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ മഹാദേവ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ മഹാദേവ് ആണ് ഉത്തരം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് പ്രതികാരമായി ഭീകരരെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടാണ് പ്രധാനമായും ഓപ്പറേഷൻ മഹാദേവ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യൻ സൈന്യം, CRPF, പോലീസ് എന്നിവർ ചേർന്ന് നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ മഹാദേവ് എന്താണ്? 2025 ജൂലൈയിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യൻ സൈന്യവും CRPF-ഉം പോലീസ് എന്നിവർ ചേർന്ന് ഭീകര ആക്രമണ വിരുദ്ധമായി നടത്തിയ ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ മഹാദേവ്. 2025 നടന്നത്. 2025 മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് എന്താണ്? മ്യാൻമാറിൽ ഭൂകമ്പമുണ്ടായി, അതിനുശേഷം ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ബ്രഹ്മയാണ് ഉത്തരം. ഓപ്ഷൻ സി ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമാറിലെ ഭൂകമ്പശേഷം ഇന്ത്യയുടെ സഹായ ഹസ്തം. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ഇന്ത്യ മനുഷ്യാവകാശ സഹായവും രക്ഷാപ്രവർത്തനവും നടത്താനായി ആരംഭിച്ച ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ ബ്രഹ്മയാണ്. ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറുമായി ബന്ധപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ 21 നക്സലിസ്റ്റ് വിരുദ്ധമായി ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഛത്തീസ്ഗഡ് തെലങ്കാന എന്നിവിടത്ത് നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? അത് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. നക്സൽ മാവോയിസ്റ്റ് കലാപകാരികളെ നേരിടാനായിട്ട് സുരക്ഷാ സേനകൾ നടത്തിയ വലിയ തോതിലുള്ള ഭീകര വിരുദ്ധ നീക്കമാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. കറേഗുട്ട കുന്നുകളിൽ നക്സൽ സ്വാധീനം ഇല്ലാതാക്കാനായിട്ട് 2025 ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? കറേഗുട്ട കുന്നുകളിൽ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സങ്കൽപ്പാണത്. കർട്ടേഗുട്ടെ കുന്നുകളിലെ പ്രദേശത്ത് നക്സൽ ശക്തികളെ തകർക്കാനായിട്ട് ആരംഭിച്ച പ്രത്യേക സൈനിക നീക്കം ഏതാണ്? അത് ഓപ്പറേഷൻ സങ്കൽപ് ആണ്. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി 2025 ജൂണിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കം എന്താണ്? ഉത്തരം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാൽ ഇറാന്റെ ആണവശേഷിയും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും ദുർബലപ്പെടുത്താൻ എന്ന ലക്ഷ്യത്തോടുകൂടി 12 ദിവസം നടന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നത്. ഇസ്രയേലാണ് നടത്തിയത്. ഇറാന്റെ മേലെയാണ് അത് പ്രയോഗിക്കപ്പെട്ടത്. 2025 ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയെ സഹായിക്കാനായിട്ട് ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? ശ്രീലങ്കയെ സഹായിക്കാനായിട്ട് ചുഴലിക്കാറ്റിന് വേണ്ടി ഇന്ത്യ സഹായിച്ച ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ സാഗർബന്ധ് ആണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഭീകരാക്രമണത്തിന് പകരമായിട്ട് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയാണിത്. കൃത്യമായ ആക്രമണങ്ങളിലായിട്ട് നാവിക് പോലെയുള്ള സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. എട്ടാമത്തെ ചോദ്യം, ലഹരി മരുന്ന് വ്യാപനം തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ലഹരി മരുന്ന് വ്യാപനം തടയാനായിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും നിയന്ത്രിക്കാനായി ആരംഭിച്ച പ്രത്യേക നടപടിയാണിത്. ലഹരി മരുന്ന് വ്യാപനം തടയാനായിട്ട് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ഏതാണ്? അത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്സ് ആണ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് വകുപ്പിൻ്റെതാണ്. ഒൻപതാമത്തെ ചോദ്യം, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ആണ്.
MVD ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താനും നിയന്ത്രിക്കാനുമായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്നാണ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ രക്ഷിതയാണ്. ഓപ്പറേഷൻ രക്ഷിതയാണ് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനായി റെയിൽവേ പോലീസും ലോക്കൽ പോലീസും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താനായി നടത്തിയ പരിശോധന ഏതാണ്? വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താനുള്ള പരിശോധന ഏതാണ്? അത് ഓപ്പറേഷൻ നാളികേരയാണ്. ഓപ്പറേഷൻ നാളികേര. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന ഗുണനിലവാര പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നാളികേരയാണ്. 12ാമത്തെ ചോദ്യം, ഭൂട്ടാൻ വഴി കാറുകൾ നികുതി വെട്ടിച്ച് കടത്തുന്നതിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ ദുംബൂർ ആണ്. ഓപ്പറേഷൻ ദുംബൂർ ഭൂട്ടാൻ വഴി കാറുകൾ നികുതി വെട്ടിച്ച് കടത്തുന്നതിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ആണ്. രാജ്യത്ത് വ്യാപകപരമായി ഈ നടപ്പിലാക്കി. കസ്റ്റംസ് വകുപ്പ് രാജ്യവ്യാപകപരമായിട്ട് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? അത് ഓപ്പറേഷൻ ദുംബൂർ ആണ്. ഓപ്പറേഷൻ ദുംബൂർ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. എ ആണ് ഉത്തരം. ഓപ്പറേഷൻ സിന്ധു എന്നത് സംഘർഷ മേഖലയിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതപരമായിട്ട് നാട്ടിലെത്തിക്കാനുള്ള ഒരു രക്ഷാ ദൗത്യമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ നാട്ടിൽ എത്തിക്കാനുള്ള ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു എന്നത്. 14ാമത്തെ ചോദ്യം, വനം വകുപ്പിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ. വനവകുപ്പിൽ നടക്കുന്ന അഴിമതിയും അനിയമങ്ങളും കണ്ടെത്താനായിട്ട് വിജിലൻസ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ എന്നത്. വനം വകുപ്പിലെ അഴിമതി കണ്ടെത്താനുള്ള ഓപ്പറേഷൻ വനരക്ഷ. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള ഓപ്പറേഷൻ ആണ്. ഇസ്രയേലിൽ ഉണ്ടായ സംഘർഷ സാഹചര്യത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ആരംഭിച്ച ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 16ാമത്തെ ചോദ്യം, 2022 റഷ്യ ഉക്രൈൻ വാർ സമയത്ത് ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഗംഗ ആണ്. ഓപ്പറേഷൻ ഗംഗ. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും അയൽ രാജ്യങ്ങൾ വഴി എത്തിക്കാനായിട്ട് നടത്തിയ വലിയ രക്ഷാ ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗ. 2023 തുർക്കി സിറിയ എർത്തക്വക്ക് ഭൂചലനത്തിന് ശേഷം ഇന്ത്യ നടത്തിയ സഹായ ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഓപ്ഷൻ സി ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഈ ദുരന്തത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ മനുഷ്യാവകാശ സംരക്ഷണ ദൗത്യം ഏതാണ്? തുർക്കിയിലും സിറിയയിലുള്ള എർത്തക്വക്കിന് ശേഷം ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ ദോസ്ത് ആണ്. 18ാമത്തെ ചോദ്യം, 2023 സുഡാൻ സംഘർഷത്തിനിടെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ കാവേരിയായിരുന്നു. സുഡാനിലുണ്ടായ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? അത് ഓപ്പറേഷൻ കാവേരി ആയിരുന്നു. സുഡാന്റെ ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരിയാണ്. 19ാമത്തെ ചോദ്യം, മ്യാൻമാറിൽ ഉണ്ടായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ സഹായ ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ കരുണയായിരുന്നു. മ്യാൻമാറിൽ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ ഇന്ത്യ നടത്തിയ സഹായ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണ മ്യാൻമാറിലാണ് നടത്തിയത്.
അപ്പോൾ ഓപ്പറേഷൻ കരുണ എന്നുമായി ബന്ധപ്പെടുന്നു മ്യാൻമാറിലെ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ സഹായ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ കരുണ. ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ബി ഓപ്പറേഷൻ സദ്ഭാവനയായിരുന്നു. പ്രാദേശിക ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായിട്ട് അവിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ പദ്ധതി ഏതായിരുന്നു? അത് ഓപ്പറേഷൻ സദ്ഭാവനയായിരുന്നു. ഓപ്പറേഷൻ സദ്ഭാവന ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൾഫ് മേഖലയിലും പേർഷ്യൻ ഗൾഫ് പ്രദേശത്തും ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നേവി നടത്തുന്ന ഓപ്പറേഷൻ ഏതായിരുന്നു? അത് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സങ്കൽപ് ആയിരുന്നു. ഗൾഫ് മേഖലയിലെ സമുദ്രപാതകളിലായിട്ട് ഇന്ത്യൻ വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യൻ നേവി നടത്തുന്ന തുടർച്ചയായ ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ സങ്കൽപ് ആണ്. വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.